അത് കാണിച്ചതാണ് ഭാഗ്യം. വല്ല മൂലക്കുരുവും വന്ന് പൊട്ടിയിരുന്നെങ്കിൽ ലാസ്റ്റ് അത് പൊക്കി കാണിച്ചിട്ട് എന്റെ മൂലക്കുരു പൊട്ടിയിരുന്നെയാണ് കാണിച്ചത്, ആ ന്യായീകരണം പറയും. നമസ്കാരം. സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് അപരാധവും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണാ സുനയെ തന്നെ നോക്കിയാൽ അറിയാം. സത്യം പറഞ്ഞാൽ ഇന്നലെ വന്ന് അവർ പറഞ്ഞ ന്യായീകരണം നിങ്ങൾ കേൾക്കണം. എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയായിരുന്നു, അതാണ് ഞാൻ കാണിച്ചത് എന്നുള്ളതാണ്, ഞാൻ ഇനിയും കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാന്യമായ തൊഴിലാണ് ഈ പറയുന്ന രണാ സുന ചെയ്യുന്നത് എന്നാണ് ശാരിക താറാവിനെ പോലുള്ളവർ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ വീഡിയോ കണ്ട എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താണ് അവരവിടെ കാണിച്ചത്. ഈ രണാ സുന ആ നാക്ക് വെളിയിലിട്ട് കാണിച്ച വൃത്തികെട്ട അശ്ലീലത എന്താണ് എന്നുള്ളത് ഒരുവിധം ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലെ. ഇതെന്താണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം? എന്തിനാണ് വിളിച്ച് പണത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അവൾ പറയുന്നതിന്റെ എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, അത് കാണിച്ചതാണ് ഭാഗ്യം. വല്ല മൂലക്കുരുവും വന്ന് പൊട്ടിയിരുന്നെങ്കിൽ ലാസ്റ്റ് അത് പൊക്കി കാണിച്ചിട്ട് എന്റെ മൂലക്കുരു പൊട്ടിയിരുന്നെയാണ് കാണിച്ചത്, ആ ന്യായീകരണം പറയും. അതും വിശ്വസിക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ്. ആണുങ്ങൾ എന്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയത്, ആണുങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും കൂടി പിന്നീട് ഈ പറഞ്ഞ അവളെ എന്തെങ്കിലും പറഞ്ഞ അവളെ നാളെ തൊട്ട് ലൈവ് ഇടൂലല്ലോ. ഇതുപോലെ ഞരമ്പ് രോഗികളായ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവൾ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് വാ തുറന്നിരിക്കുന്നവരാണ് ഈ ആണുങ്ങളായിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പെണ്ണുങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആകണം, പക്ഷെ അവർക്കും ഇതുപോലെ ചെയ്യണം. ഇതുപോലെ തുണിയകത്ത് എല്ലാ ശരീരഭാഗങ്ങളും വൃത്തികെട്ട സംഭവമൊക്കെ കാണിച്ചുകൊണ്ട് വൈറലായി പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ പെൺവർഗത്തിൽ ഈ പറയുന്ന രണാ സുനയെ പോലുള്ള അവളകളെ സപ്പോർട്ട് ചെയ്യുന്നത്. രണാ സുനയുടെ കേസ് പറഞ്ഞാൽ ഒരു അമ്മയാണെന്ന് മറക്കുന്നുണ്ട്, അച്ഛൻ ഉണ്ടെന്നുള്ളത് മറക്കുന്നുണ്ട്. ഒന്നല്ല, 2 കുട്ടികളുടെ അമ്മയാണ്, സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, സഹോദരനല്ലോ സഹോദരിയുടെ ഭർത്താവുണ്ട്. അങ്ങനെ പലവരും, അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഏത് രീതിയിലും എങ്ങനെയായാലും പണം ഉണ്ടാക്കണം എന്നിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നു. ആ ന്യായീകരണം പൊക്കി പിടിച്ചുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അലവനാതി നാറികൾ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാനിപ്പോ വന്നത് അത് പറയാനല്ല. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു 3-4 വയസ്സായ ഒരു മകൻ വീട്ടിൽ താമസിക്കുന്നു. അവരുടെ വീട്ടിൽ 3-4 വയസ്സായ 2 മക്കളുണ്ട്. 2 മക്കളുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കൊച്ചു പയ്യനും ഒരു മൂത്തൊരു പയ്യനും, ഒരു 10 വയസ്സുള്ള പയ്യനും ഉണ്ട്. അപ്പൊ അവിടെ ഒരു അമ്മയുണ്ട്, ഭർത്താവ് ഇല്ല, ഭർത്താവ് ജോലിക്ക് എന്തോ പോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു കൊച്ച് ആക്സിഡന്റലി എന്ത് ചെയ്തു, ഈ പറയുന്ന ബാത്റൂമിൽ കയറി കുത്തിയിട്ടു. ഈ കൊച്ചു കുത്തിയിട്ടു, അതായത് 4 വയസ്സിനകത്തുള്ള പാവം കൊച്ചു കുത്തിയിട്ടു. കുത്തി അവനെ ഇളക്കാൻ പറ്റില്ല. ഇവ അവിടെ കിടന്നു ഓണ പോക്കിലെ വിളി. അവൻ പ്രാണവിപ്രാണത്തിൽ പേടിച്ച് കിടന്ന് വിളിക്കുകയാണ്, അമ്മ ഇതെങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തുറന്നു വിട് എന്ന് പറയാൻ വേണ്ടി. ഈ പറയുന്ന അമ്മ, ഈ സോക്കോൾഡ് അമ്മ എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ താരമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു താരം, പൊങ്ങി വരുന്ന ഒരു താരം. ഈ താരം ചെയ്തെന്നറിയാമോ, ഈ പറയുന്ന ആ ഒരു ബാത്റൂമിന് ജസ്റ്റ് ഒരു ഇടി കൊടുത്താൽ തുറക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമാണ്. അവരതൊന്നും ചെയ്യുന്നില്ല, അവർ കൂട്ടി വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ അടുത്ത് ഫോൺ എടുത്ത് നേരെ മൂത്ത മകന്റെ കൊടുത്തിട്ട് ഇത് ഷൂട്ട് ചെയ്യുകയാണ്. ഈ സാധനം ഷൂട്ട് ചെയ്ത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടിടുകയാണ്. മനസ്സിലാക്കണം. അപ്പൊ അവര് എന്നിട്ട് അവരെ അവയർനെസ് പോലെ കൊടുക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പറ്റരുത് എന്ന്. എന്നിട്ട് അവരെ അപ്പുറത്ത് പോയി വിളിക്കുന്നു. ഞാൻ എന്തായാലും ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെയൊക്കെ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. ഓക്കെ. ने खुद को बाथरूम में बंद कर दिया था। रो रो कर इसने मेरी भी आफत निकाल दी। और दिन ये दोनों बाथरूम में जाते थे, लेकिन ये अनु कुंडी नहीं लगाता था। अंदर से कुंडी लगाई और खोल ही नहीं पाया। इसको लगा कि ഇത് തുടക്കം കണ്ടോ? എന്താണ് ആ കൊച്ചു ബാത്റൂമിനകത്തിരിക്കണം, അതിനകത്തെടുത്ത് വിളിക്കുന്നുണ്ട്, എവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ ആ ബാത്റൂമിന്റെ ജനൽ വഴിയൊക്കെ കയറിയൊക്കെ നോക്കുന്നു ആ കൊച്ചെന്ത് ചെയ്യുന്നു. അതിനെയൊക്കെ ഇത് ഷൂട്ട് ചെയ്യുന്ന ഇവിടെ മൂത്ത മകനാണ്. ഇത് ഇവളെ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. ആ ബാത്റൂം ജസ്റ്റ് ഒന്ന് തള്ളുന്നു. അതിനകത്ത് ലവൻ കിടന്ന് പ്രാണ വേദന പോലെ കിടന്ന് വിളിക്കുകയാണ്. ആര്? മൂത്ത മകൻ. ഈ കിടന്ന് വിളിയോട് വിളിക്കുന്നു. ഇവൻ ഇതിൽ ഷൂട്ട് ചെയ്ത് എന്നിട്ട് പറഞ്ഞു, അയ്യോ അവൻ അകത്ത് കയറി അറിയാതെ കുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോർത്തിനാണ് സംഭവം. എന്ന് വെച്ചാൽ അതിന്റെ കൊടുത്തിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യണം. ഇതിനെ മൂത്ത പയ്യനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു. मैं बंद हो गया हूँ तो ये रोने लगा। मैंने इसको बहुत समझाया कि कुंडी खोलो बेटा, लेकिन ये डर गया था, इसने नहीं खोला। और इसका रोना देख तो मेरी घबराहट भी बढ़ती जा रही थी, क्योंकि मेरी समझ में नहीं आया कि अब हम क्या करें। दरवाजा भी तोड़े तो कैसे। मैं पीछे भागी कि शायद खिड़की से मैं इसके लिए പറയുന്നത് എങ്ങനെയാണ് ഈ
എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, നീ കൊളുത്തിട്ട് മാറ്റ് എന്ന് ഞാൻ എന്ന് പറയുന്നുണ്ട്. അവനത് ചെയ്യുന്നില്ല. ഈ പറയുന്ന കഥക് തുറക്കണമെന്നുള്ളത് തള്ളി തുറക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ആ കഥക് നിങ്ങൾ കണ്ട, അവള് കഥക് തള്ളുന്ന രീതി കണ്ട, ജസ്റ്റ് ഇങ്ങനെ. കാരണം ഇവൾക്ക് ഇത് ഷൂട്ട് ചെയ്യണം. ഇത് കൊച്ചു മരിച്ചാലും കൊച്ചു ചത്താലും പ്രശ്നമില്ല, എനിക്കിത് ഷൂട്ട് ചെയ്ത് എന്ത് ചെയ്യണം, ഇതിനകത്തിട്ട് വൈറലാവുകയും ചെയ്തു. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കയറുകയാണ്. എന്ത് വൃത്തികേട് കാണിച്ചാലും, എത്ര തുണിയവത്തിട്ട് ഇപ്പം പൈസ ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് അതിനെ എടുത്ത് വൈറലാക്കിക്കൊണ്ട് പിന്നെ റീലിട്ടാലും ഇവർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് കയറുകയാണ് ചെയ്യുന്നത്. അതൊരു സത്യമാണ് എന്നുള്ളതാണ്. धारा करो, इसको समझाओ. अभी बोला मम्मा बगल वाली आंटी को बुला के लाओ ना. मैं इन दीदी को बुला के लाई. फिर ये सीढ़ी എന്നിട്ട് ഇവള് പറയുന്നത്, ആ കൊച്ചു പറഞ്ഞത് മമ്മ എന്തിന്, അതായത് ഇവിടെ മൂത്ത മോനാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. ഇവിടെ മൂത്ത മോൻ പറഞ്ഞു കൊടുത്തപ്പോഴേ ഇവൾക്ക് ഐഡിയ പോലെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരാമെന്നുള്ളത്. ചേച്ചി ഇതാ വലിഞ്ഞ് കയറുന്നത് എവിടെ ഏണി വെച്ച്. लेके आई साथ ही एक डंडा. और सच में इनका बहुत बहुत थैंक यू. इन्होंने कैसे खोल दिया, मेरी तो जान ही निकल गई थी. और ये बिल्कुल शांत हो गया था बाहर आने के बाद, क्योंकि ना ये सिसक रहा था पूरा, इतना रोया. अभी तो अब अपने भाई को बिल्कुल नहीं छोड़ रहा है. सब मुझे समझा रहे थे कि उसका अच्छे से ध्यान रखना, लेकिन मैं कैसे बोलूं कि ये तो 2 मिनट में कैसे इसने ये कर दिया, मुझे खुद ही समझ में नहीं आया. दोस्तों आप लोग भी ध्यान रखना, कहीं आपके साथ भी ऐसा ना हो. ഇതാണ് ആ വീഡിയോ. മനസ്സിലായോ? 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ അവൻ അതിനകത്ത് കയറി കഥ കടച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കാൻ കാരണം, ഇത് ഒരുപാട് പിന്നീട് എന്താണ് വൈറലായ ഒരു വീഡിയോ. ഇവിടെ സ്വന്തം അമ്മയാണ്, അവിടെ ഇപ്പം മാതൃത്വമോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വന്തം മകൻ 3-4 വയസ്സേ ഉള്ളൂ. ആ കൊച്ച് ബാത്റൂമിനകത്ത് അകപ്പെട്ട് അത് പേടിച്ച് കിടന്ന് വിളിക്കുകയാണ്. ഇത് വിളിച്ച് അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്ന് കൈയൊന്ന് ജസ്റ്റ് ഒന്ന് ബലമായിട്ടൊന്ന് തള്ളിയാൽ തന്നെ തുറക്കുന്ന ഒരു കഥകാണത്. അത് പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കഥകാണ്. അതൊന്നും ചെയ്യാതെ സ്വന്തം മൂത്ത മകനെ കൊണ്ട് അത് ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പരിഭ്രാന്തയാകുന്നു എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് നേരെ പോയി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്തുമാത്രം സമയമെടുക്കും എന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു കൊച്ച് അതിനകത്ത് ഇനി എവിടെ തന്നെ അതിനകത്തിട്ട് അടച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ തള്ള തന്നെ ഇതിനകത്തിട്ട് ഈ പറയുന്ന എന്തെങ്കിലും കൊണ്ടിട്ട് അടച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇവിടെ ഇത് കണ്ട അങ്ങനെയാ തോന്നുന്നത്. അപ്പോൾ ഈ കൊച്ചു കരയുന്നു. നിങ്ങൾ ആലോചിച്ചു ആ ഒരു സിറ്റുവേഷൻ. കൊച്ചു കിടന്ന് എരിച്ച് വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, മക്കളെ ഒരു കാര്യം ചെയ്യും, ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് മൂത്ത വണ്ടിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ മൂത്ത പയ്യനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന ആരെന്നറിയാമോ? അപ്പോഴും ഷൂട്ട് ചെയ്യുന്ന ഈ ഇവളാണ്. കാരണം ഈ 2 മക്കളും ഇവള് മാത്രമേ വീടിനകത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് ആ മൂത്ത പയ്യൻ പറയുന്നുണ്ട്, അമ്മ അപ്പുറത്ത് പോയി ചേച്ചി അപ്പുറത്തെ ആന്റിയെ വിളിച്ചിട്ട് വാ എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ സ്ഥലത്ത് അതാരാണ്? അത് യഥാർത്ഥത്തിൽ എവിടാ ഷൂട്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഷൂട്ട് ചെയ്യുന്നു. ഇതൊരു കഥയായിട്ട്, ഒരു സ്റ്റോറി ആയിട്ട്, ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് ഇവിടെ അതിനെ നിന്ന് നരേറ്റ് ചെയ്യും. മനസ്സിലായി? അതിനെ ഷൂട്ട് ചെയ്യുക. ഈ സമയം മൊത്തം സ്വന്തം മകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബാത്റൂമിനകത്ത് കിടന്നു ജീവൻ മരണ പോരാട്ടം നടന്നത് പേടിച്ചിട്ടാണ്. കാരണം ഈ കൂടുതൽ പേടിച്ച് പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചിലപ്പോൾ കൊച്ചു കുട്ടിയിലാണ് എന്ത് സംഭവിക്കാം. എന്നിട്ട് ഇവിടെ നേരെ പോയി ഈ പറയുന്ന ബാത്റൂമിന്റെ ബാക്കിൽ പോയി എത്തി നോക്കുന്നു, ഏണി വെച്ച് കയറുന്നു. അതിനെയൊക്കെ ഈ കൊച്ചു പയ്യനെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം പറയുന്നു, ആ മോൻ പറഞ്ഞു അപ്പുറത്തുള്ള ആന്റിയെ വിളി. അങ്ങനെ പോയി ആന്റിയെ വിളിച്ചുകൊണ്ട് വന്നു. ആന്റിയും കയറി എന്തൊക്കെ എന്താണ് ഈ കമ്പം തോക്കെ എടുത്തിട്ടാണ് ഈ തുറന്നതെന്ന് പറയുന്നത്. അതിനുശേഷം കൊച്ചിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സോഷ്യൽ. ഞാൻ കുറച്ചു മുമ്പ് ഒരു മലയാളി, ഞാൻ അതും ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് നാളെ ചിലപ്പോൾ ഞാനത് ചെയ്യും. ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ റീൽ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നത് ആ റീൽ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ആ റീലിന് വരെ അടി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അടി ഉണ്ടാക്കുന്നത് കാണിക്കുന്നു. പിന്നെ ഭാര്യ പോലീസിനെ വിളിക്കുന്നത് അത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു. പിന്നെ പോലീസ് വരുന്നത് ഇവൻ മറച്ചു വെച്ചിട്ട് പോലീസ് എന്തൊക്കെ പറയുന്നു അത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് കാണിക്കുന്നു. പിന്നെ പോലീസ് പറഞ്ഞൊക്കെ റെഡിയാക്കി കൗൺസിൽ രണ്ടിനും കൂടി ചിരിച്ചിരിച്ച് പോവുക, കൗൺസിലിങ്ങിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന് വേണ്ടി സ്വന്തം മകനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സഹോദരി എന്തോ ആയിക്കോട്ടെ, സഹോദരിയുടെ വരെ ഈ പറയുന്ന എന്താണ് നൂടൊക്കെ എടുത്തുകൊണ്ട് പൊളി ക്യാമറ വെച്ച് അതെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് അതെടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ ഈ പറയുന്ന രണാസുനെ പോലുള്ള അലവലാദികൾ വന്ന് തുണിയവത്ത് കാണിച്ചിട്ട് അതിന് പല ന്യായീകരണങ്ങളും പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും കുറെ ഞരമ്പന്മാര് പോയിരുന്ന് ഞങ്ങൾ പറയുന്നില്ലേ, ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ട് ആസ്വദിച്ചില്ലെന്ന്. അപ്പോൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നതെന്ന് ആൾക്കറിയാം. അവിടെ ഇരുന്ന് ഈ പെരുമ്പാമ്പ് പുളയും പോലെ പിളഞ്ഞ് നിറഞ്ഞ് അവളെ മുലയും മൂടും വയറും ഒക്കെ കാണിച്ചു കൊടുത്ത് ആക്കും തള്ളി ഇത്രയും അശ്ലീല ചൊവ്വയുള്ള സംഭവമൊക്കെ ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കുക. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നു, നാളെ വേറെ വല്ലയിടത്ത് പൊട്ടും, അതും തുറന്ന് കാണിക്കും.
എന്നിട്ട് എനിക്ക് ഇവിടെ പൊട്ടിയിരുന്നത് കൊണ്ടാണ് ഞാൻ കാണിച്ചതെന്ന് പറയും. അതും ശരിയാണ് ശാരിക, നീ പറ, ശരിയാണ്, അവിടെ അത് പൊട്ടിയിരുന്നത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇവിടെ പറയുന്നില്ല ഞാനിത് പേഴ്സണലായിട്ട് അയച്ചതല്ല, ഇത് ഞാൻ ലൈവിലായിരുന്നു. ലൈവിൽ ഇങ്ങനെ, അതായത് എല്ലാവർക്കും കൂടി കാണിക്കുമ്പോൾ ഇങ്ങനെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര പേര് ലൈവ് കാണും എന്ന് അവർക്ക് മനസ്സിലാവും. ഇത്രയും പേര് എവിടെയുള്ള സ്വന്തം അച്ഛനായിരിക്കാം, സ്വന്തം സഹോദരനായിരിക്കാം, മകനായിരിക്കാം, ആരെന്ന് തന്നെ അറിഞ്ഞൂടാ, ആരോഗ്യം ഒന്ന് ലൈവിലിരുന്ന് കാണുന്നുണ്ട്. അവരെടുത്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് തുറന്ന് കാണിക്കുകയും ഇത്രയും ഈ പറയുന്ന വൃത്തികെട്ട രീതിയിൽ തുണിയൗത്ത് കാണിക്കുകയും ചെയ്യുന്നവൾ പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്തുള്ള ഗതി ആലോചിച്ചു. പ്രൈവറ്റ് ആയിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ ഒരു പ്രൈവറ്റ് ചാറ്റ് എന്താണ്, തുടയിൽ ഇങ്ങനെ ഈ പറയുന്ന മസാജ് ചെയ്ത് ഇങ്ങനെ ഇറക്കുന്ന സാധനം ഒരുത്തനെ അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് അവൻ ചോദിക്കുന്നത്. നേരിട്ട് കാണാൻ എത്ര രൂപ? നേരിട്ട് കാണാൻ എന്ത് കുഴപ്പമില്ല, മാനേജറെ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ കരിഷ്മ. അവളെ കൂട്ടിക്കൊടുപ്പാണ് അവൾക്ക് പണി, കരിഷ്മയ്ക്ക്. മനസ്സിലായോ? ഇതാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ്. അതിനോടൊപ്പം സബ് ചെയ്യാനുള്ള സബ് ചെയ്യുക. വീഡിയോ ഇത്രയും ചാനൽ ഇത്ര ഡൗൺ ആയി കിടക്കണം. മാക്സിമം ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് വേണ്ടി കാണാം.